ഇതാണ് നമ്മളെ ഫെർമോൺ ഗണീൻ്റെ കൂട്. ഇത് പഴയ കൂടാട്ടാ. ഇതിൽ നമ്മൾ ആ ഫെർമോൺ ഗണീൻ്റെ സാധനം വെച്ചതിന് ശേഷം ഈ പ്രാണികൾ കുടുങ്ങിയ കാണുന്നത് ഉണ്ടോ? ഇതൊക്കെ ആ പ്രാണികളാണ്. ഇത് കഴിഞ്ഞ് എത്ര എണ്ണാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയ ഒന്നും കൂടെ ഇടാൻ പോകാം. അപ്പോൾ പുതിയ കയ്പ വെച്ചോടത്തേക്ക് ഇടാനുള്ള പരിപാടിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് സാധനം. ഇതിന് 85 രൂപയാണ് വില. നിങ്ങളുടെ കൂട്ടിലേക്ക് വരുന്നത് കൈമലായ വിഷമാണിതൊരു വിഷമായ സാധനം തന്നെയാണിത്. കൈമല നാക്കണ്ട. ഇത് പഴയത് 3 നല്ല സ്ട്രോങ് ആയിക്കോട്ടെ. കേട്ടോ, ഇത് ഫ്ലൈവുഡാണ്. ഫ്ലൈവുഡിൻ്റെ കഷ്ണത്തിലാണ് ഇത് വെച്ച് ഇത് ഇങ്ങനെ മൂടുക. ഇത് കെട്ടണത് എവിടെ വെച്ചാൽ അത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരു സൈഡിലേക്കാണ് ഇത് കെട്ടേണ്ടത് കേട്ടോ. ഇങ്ങനെ സൈഡ് കെട്ടിയിടാം. കയ്പ കായ്ച്ചു തുടങ്ങി. ഇത് ഏതൊരു മായാനത്തിൽപ്പെട്ട കയ്പ എന്നാണ് പറഞ്ഞത്. എനിക്ക് ഓർമ്മയില്ല വിത്ത് തന്നപ്പോഴേ. നല്ല വിത്താണ്. അപ്പോൾ ഒരു വിത്തിന് 5 രൂപ വിലയാണ്. പിന്നെ ഇത് കയ്പ കുത്താണ്ട് കഴിച്ചിലാവും. പിന്നെ അത് കൂടാണ്ട് ഇത് ഒരു മഞ്ഞക്കെണിയാണ്. മഞ്ഞക്കെണി മീൻസ് പറഞ്ഞാൽ എന്താ വെച്ചാൽ, മഞ്ഞക്കെണി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇതിലൊക്കെ പിടിക്കണ സാധനം. ഇത് കെട്ടിയാൽ ഇതുമ്മൽ ഈ കൃമികളൊക്കെ ഇതുമ്മൽ പ്രാണികളൊക്കെ ഇതുമ്മലാണ്ട് പറ്റും. ഇതിന് 50 രൂപയുള്ളൂ 3 നിസ്സാര പൈസയുള്ളൂ. അപ്പോൾ 1 കിലോ കയ്പ കിട്ടിയാൽ തന്നെ നമുക്ക് ഈ പൈസ മുതലായി. അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ 50 രൂപയ്ക്കൊന്നും പറ്റും. അപ്പം മരുന്നടിക്കാണ്ട് നമുക്ക് മാക്സിമം മരുന്നടിക്കാണ്ട് നമ്മൾ കഴിക്കലേ വേണ്ടത്. അപ്പോൾ ചെറിയ കർഷകരൊക്കെ എന്ന് വെച്ചാൽ ഇതൊന്നും പൈസ നോക്കൂല. പ്ലാസ്റ്റിക് അപ്പം നമുക്ക് ഇതെന്താ വെച്ചാൽ ഇത് കെട്ടൊന്നും വേണ്ട. എന്താണ് പണ്ടൊരു കുപ്പായിടലുണ്ടല്ലോ, നമ്മൾ പേപ്പറിനെ കൊണ്ട് കുപ്പായിട്ടിട്ടുള്ളത് കിടത്തൽ, അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ കെട്ടിയിട്ട് ഇത് നടുക്കിലൊക്കെ എന്താ പശയുണ്ട്. ഇതിന് 2 ഭാഗത്തും പശയുണ്ടാക്കുക. ആ പശമ്മേൽ ഈ സാധനത്തിനും വന്ന് ഇങ്ങനെ ഇതാക്കുക. ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ കെട്ടിട്ടാൽ ഒരു നല്ലൊരു മരുന്നാണിത്. കയ്പയൊക്കെ കായ്ച്ചു തുടങ്ങി. നല്ല സ്മെല്ലാണ്. കയ്പേൻ്റെ ഭയങ്കര സ്മെല്ലാണ് ഇവിടെ.